ലൈൻസ് ത്രൂ 2 പോയിന്റ്സ് ഇൻ Rn. n സ്പേസിലെ 2 പോയിന്റുകൾ തന്നാൽ ആ 2 പോയിന്റുകൾ കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ ആർ നോട്ട് എന്നൊരു പോയിന്റും R1 എന്നൊരു പോയിന്റും തന്നിട്ടുണ്ടെന്ന് കരുതുക. എങ്കിൽ ഈ 2 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ. നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ കാണാൻ എന്തൊക്കെയാ വേണ്ടുന്നത്? ഒരു പോയിന്റ് വേണം R0, പിന്നെ ലൈനിന് പാരലായ ഒരു വെക്ടർ വേണം, അല്ലേ? ഇവിടെ നമുക്ക് വെക്ടർ എടുക്കാൻ പറ്റും. ഈ R0ഉം R1ഉം ജോയിൻ ചെയ്താൽ കിട്ടുന്ന വെക്ടർ ഉണ്ടല്ലോ, അത് ലൈനിലല്ലേ വരുന്നത്, അപ്പൊ അത് ലൈനിന് പാരലാണല്ലോ, അതിനെ V ആയിട്ട് അങ്ങ് എടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? വെക്ടർ V is equal to വെക്ടർ R0 പ്ലസ് T ഇൻറ്റു വെക്ടർ V എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ വെക്ടർ V എന്ന് പറയുന്നത് ഈ ടെർമിനൽ പോയിന്റിൽ നിന്ന് ഇനിഷ്യൽ പോയിന്റ് കുറയ്ക്കുക. ഇത് P0ഉം ഇത് P1ഉം ആണെങ്കിൽ P0 P1 എന്ന് പറയുന്ന വെക്ടർ P1ൽ നിന്ന് P0 സബ്ട്രാക്ട് ചെയ്താൽ മതി. R1 മൈനസ് R0 എന്ന് വരും. അതാണ് എന്ത്? വെക്ടർ V. ഇവിടെ T ഇൻറ്റു R1 മൈനസ് R0 എന്നാകും. So this is the vector equation of a line passing through two given points. അത് കാണാൻ പഠിച്ചു വെക്കുക. The equation of a line through the points R0 and R1 is vector R is equal to vector R0 plus T vector V എന്ന് തന്നെ ഓർത്താൽ മതി. ഇവിടെ വെക്ടർ V എന്ന് പറയുന്നത് R1 മൈനസ് R0 ആണ്. നമുക്ക് വേറൊരു രൂപത്തിലും എഴുതാം, ഇങ്ങനെയും നമുക്ക് എഴുതാം. കാരണം R0ന്റെ 2 ടേം ഉണ്ടല്ലോ ഇതിനകത്ത്, ഒരു R0 ഉണ്ട്, പിന്നെ T ഇൻറ്റു R0 ഉണ്ടല്ലോ, മൈനസ് T ഇൻറ്റു R0. ഇതിനോട് ചേർത്ത് 1 മൈനസ് T R0 എന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 1 മൈനസ് T R0 പ്ലസ് പിന്നെ R1ന്റെ ടേം T R1. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എഴുതാം. ഈ രണ്ട് ഫോമിലും അറിഞ്ഞിരിക്കുക. R is equal to R0 plus TV എന്ന ഫോം, where V is equal to R1 minus R0. അതല്ലെങ്കിൽ vector R is equal to 1 minus T into R0 plus T into R1. Equation of a line in n space through two given points. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് ഏത് സ്പേസിലും ആകാം, 2 സ്പേസോ 3 സ്പേസോ 4 സ്പേസോ ഒക്കെ ആകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 2 സ്പേസിലാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് for the line in R2 that passes through the points P07 and Q50. രണ്ട് പോയിന്റ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് R0 എന്ന് എടുക്കാം. R0 is equal to 07. രണ്ടാമത്തെ പോയിന്റ് R1 എന്ന് എടുക്കാം. R1 is equal to 50. ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെക്ടർ R is equal to വെക്ടർ R0 പ്ലസ് T ഇൻറ്റു വെക്ടർ R1 മൈനസ് വെക്ടർ R0. ഇവിടെ R0 R1 തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഈ 50നെ R0 ആയിട്ടും 07നെ R1 ആയിട്ടും എടുത്താലും മതി. അപ്പോൾ നമുക്ക് വേറൊരു രൂപത്തിൽ ആൻസർ കിട്ടുമെന്നേ ഉള്ളൂ. അത് ശരിയാണ്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R പകരം 2 സ്പേസിലാണെങ്കിൽ നമ്മൾ XY എന്നാണ് കൊടുക്കേണ്ടത്. 3 സ്പേസിലാണ് XYZ. മറ്റു സ്പേസുകളിൽ X1 X2 X3 X4 എന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ഇവിടെ XY is equal to ഇവിടെ R0 എന്ന് പറയുന്നത് 07 പ്ലസ് T ഇൻറ്റു R1 നിന്ന് R0 സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 5 മൈനസ് 0 എന്ന് വരും, 5. സെക്കൻഡ് കമ്പോണന്റ് 0 മൈനസ് 7 എന്ന് വരും, 0 മൈനസ് 7 മൈനസ് 7. ഇതാണ് ആൻസർ. വെക്ടർ ഫോമിൽ XY is equal to 07 പ്ലസ് T ഇൻറ്റു 5 മൈനസ് 7. ആഡ് ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ 0 പ്ലസ് 5T എന്ന് വരും, അത് നമുക്ക് 5T എന്ന് എഴുതാം. 7 പ്ലസ് നെഗറ്റീവ് 7T എന്ന് വരും, അത് 7 മൈനസ് 7T എന്ന് എഴുതാം. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ കിട്ടും. X is equal to 5T, Y is equal to 7 മൈനസ് 7T. 7 മൈനസ് 7T. അടുത്തായിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇൻ RN. ഇപ്പൊ നമ്മൾ ലൈൻ ഇൻ RN പറഞ്ഞല്ലോ, അത് തന്നെയാണ് ലൈൻ സെഗ്മെന്റും. പക്ഷെ ലൈൻ സെഗ്മെന്റ് ആകുമ്പം പാരാമീറ്ററിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ R0 എന്ന പോയിന്റ് R1 എന്ന പോയിന്റ് ഇത് ജോയിൻ ചെയ്യാൻ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് മുന്നോട്ടും പുറകോട്ടുള്ള ഭാഗമില്ല. അപ്പോൾ ഇത്രയും മാത്രമാകുമ്പോൾ ഈ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ കൂടെ ഇങ്ങനെ പറയണം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു T ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന്. Tക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് എൻഡ് കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ. R is equal to R0 plus T into R1 minus R0. ഇതിനകത്ത് Tക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് പോവല്ലോ, ഈ ഭാഗം അങ്ങ് പോവല്ലോ.
അപ്പോൾ ആർ ഈക്വൽസ് ആർ നോട്ട് എന്ന് കിട്ടും, ലെഫ്റ്റ് എൻഡ് കിട്ടും. ടിക്ക് 1 കൊടുത്താൽ ടിക്ക് മാക്സിമം വരാവുന്ന വാല്യൂ 1 ആണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ടിക്ക് ഓരോ വിലകൾ നമ്മൾ 0ക്കും 1നും ഇടയ്ക്ക് കൊടുക്കുമ്പോൾ ഈ ഇടയ്ക്കുള്ള പോയിന്റുകൾ കിട്ടും. ടിക്ക് 1/2 കൊടുത്താൽ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടും. ടിക്ക് ഹാഫ് കൊടുത്താൽ, ടിക്ക് 1 കൊടുത്താൽ ഈ സെക്കൻഡ് എൻഡ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് കിട്ടും. ടിക്ക് 1 കൊടുക്കുമ്പോൾ ആർ നോട്ട് പ്ലസ് R1 മൈനസ് ആർ നോട്ട് എന്നല്ലേ വരിക, ആർ നോട്ട് ക്യാൻസൽ ആയിട്ട് R1 എന്ന് കിട്ടും. അപ്പോൾ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ പാരാമീറ്ററിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ടി എന്ന് പറയുന്ന പാരാമീറ്ററിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ഫ്രം ദ പോയിന്റ് ആർ നോട്ട്, വെക്ടർ ആർ നോട്ട് ടു ദ പോയിന്റ് R1, ആർ നോട്ട് ടു R1, ആർ നോട്ട് എന്ന പോയിന്റിൽ നിന്ന് R1 എന്ന പോയിന്റിലേക്കുള്ള ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ വെക്ടർ R is equal to R naught plus T into R1 minus R naught, where 0 less than or equal to T less than or equal to 1 എന്നുകൂടി പറയണം. ലൈൻ ഇക്വേഷൻ എഴുതിയ പോലെ നമുക്ക് ആർ നോട്ടിന്റെ ടൈംസ് ഗ്രൂപ്പ് ചെയ്ത് വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ വേണമെങ്കിലും പറയാം. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു R1 കൂടെ where 0 less than or equal to T less than or equal to 1. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Find the equation for the line segment in R2 from 1 minus 3 to 5,6. 1 minus 3ൽ നിന്ന് 5, 6ലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന സെഗ്മെന്റിന്റെ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ആർ നോട്ട് എന്ന് പറയുന്നത് 1, മൈനസ് 3, R1 5,6. Equation vector R is equal to vector R naught plus T into vector R1 minus R naught, ലൈൻ സെഗ്മെന്റ് ആയതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ തന്നെ ഇങ്ങനെ എഴുതണം, ഇതിന്റെ കൂടെ എഴുതണം 0 less than or equal to T less than or equal to 1. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്പേസിലാണ്, R2ലായതുകൊണ്ട് xy is equal to x naught R naught 1 minus 3 പ്ലസ് ടി ഇൻറ്റു R1 നിന്ന് R naught സബ്ട്രാക്ട് ചെയ്യുക, 5 മൈനസ് 1 എന്ന് വരും 4, 6 മൈനസ് 3 വരും, അത് 6 പ്ലസ് 3 ആയിട്ട് 9 ആകും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് xy is equal to 1 പ്ലസ് 4t എന്നാകും ആഡ് ചെയ്യുമ്പോൾ, ഇവിടെ മൈനസ് 3 പ്ലസ് 9t എന്നാകും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിലേക്ക് ടിക്ക് 0 കൊടുത്താൽ 1 മൈനസ് 3 എന്ന ആദ്യത്തെ പോയിന്റ് കിട്ടും. ടിക്ക് 1 കൊടുത്താൽ 1 പ്ലസ് 4 എന്ന് വരും 5, ഇവിടെ മൈനസ് 3 പ്ലസ് 9 എന്ന് വരും 6, അതായത് 6 സെക്കൻഡ് പോയിന്റ് കിട്ടും. അപ്പോൾ അതാണ് ആൻസർ, 1 പ്ലസ് 4t, മൈനസ് 3 പ്ലസ് 9t. ഇതിൽ നമുക്ക് ഒരു കാര്യം ഇവിടെ പഠിക്കാനുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഓർ പ്ലെയിൻ. ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നതിനുള്ള മാർഗം. ഫോർമുലകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കരുതുക. ax പ്ലസ് by പ്ലസ് c is equal to 0. ഇത് R2ലാണ്, R2ലെ ഒരു ലൈനാണ്. ഇതിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട് എക്സ് നോട്ട്, ലൈനിന് പുറത്തുള്ള പോയിന്റ് x നോട്ട് y നോട്ട്. നമുക്ക് വേണ്ടുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് d എത്രയാന്നുള്ളത് ഇത് നിങ്ങൾ +2ൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഡിസ്റ്റൻസ് d കാണുന്നുള്ള ഫോർമുല മോഡുലസ് ഓഫ് a x നോട്ട്, എക്സിന് പകരം x നോട്ട് ഇട്ട് കൊടുക്കുക, പ്ലസ് b y നോട്ട്, വൈക്ക് പകരം y നോട്ട് ഇട്ട് കൊടുക്കുക, പ്ലസ് c. ഈ ax പ്ലസ് by പ്ലസ് സിയിലേക്ക് എക്സിന് എക്സ് നോട്ട്, വൈക്ക് വൈ നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി എന്നാകും. അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എയും ബിയും നമുക്കറിയാം ഈ ലൈനിന്റെ നോർമലിന്റെ കമ്പോണൻസ് ആണ്. അവരുടെ സ്ക്വയറുകളുടെ സം എടുത്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇതേപോലെ തന്നെ 3 സ്പേസിൽ R3യിൽ ഒരു പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നത്. ഒരു പ്ലെയിൻ തന്നിട്ടുണ്ടെന്ന് കരുതുക. ഇതിന്റെ ഇക്വേഷൻ ax പ്ലസ് by പ്ലസ് cz പ്ലസ് d is equal to 0. പ്ലെയിനിന് പുറത്തുള്ള ഒരു പോയിന്റ് R3യിലാണ്, x നോട്ട്, y നോട്ട്, z നോട്ട്. ഈ
പോയിന്റിൽ നിന്ന് ഈ പ്ലെയിനിലോട്ട് ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിക്കണം. മുമ്പത്തെ പോലെ തന്നെയാണ്, എക്സാക്ട്ലി സിമിലർ ആണ്. ഡി ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് എക്സിന് എക്സ് നോട്ട്, വൈക്ക് വൈ നോട്ട്, ഇസഡിന് ഇസഡ് നോട്ട് ഇട്ട് കൊടുക്കുക. എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് പ്ലസ് സി ഇസഡ് നോട്ട് പ്ലസ് ഡി, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് നോർമലിന്റെ കമ്പോണൻസിന്റെ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എ ബി സി ആണല്ലോ ഇവിടുത്തെ നോർമൽ വെക്റ്റർ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് ഇവിടെ പ്ലെയിനിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അതിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഡി between the point 1 minus 4 minus 3 and the plane 2x minus 3y plus 6z is equal to minus 1. So, നമ്മുടെ ഡിസ്റ്റൻസ് ആണുള്ള ഫോർമുല d is equal to modulus of ax naught plus by naught plus cz naught plus d, പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ root of a square plus b square plus c square. ഇതിലേക്ക് എക്സ് നോട്ടിന് 1, വൈ നോട്ടിന് -4, z നോട്ടിന് -3 ഇട്ട് കൊടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് ഇതാണ് നമ്മളുടെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് എന്ന് പറയുന്നത്. ഇത് ഇക്വേഷൻ നമ്മൾ ഈ -1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വായിക്കണേ. 2x എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, 2x -3y പ്ലസ് 6z is equal to -1 എന്നല്ലേ, ആ -1 ഇപ്പുറത്ത് കൊണ്ടുവരണം, പ്ലസ് 1 is equal to 0 ഇങ്ങനെ എഴുതണം. ax പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി എന്ന ഫോമിൽ എഴുതണം. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് എക്സിന് പകരം എക്സ് നോട്ട് ഇട്ട് കൊടുക്കണം, വൈക്ക് പകരം വൈ നോട്ട്, സെഡിന് പകരം സെഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ആണ്, വൈ നോട്ട് -4 ഈ പോയിന്റ് ആണ്, സെഡ് നോട്ട് എന്ന് പറയുന്നത് -3. ഇത് നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 into 1 പ്ലസ് 2 into 1 മൈനസ് ആണ്, മൈനസ് 3y എന്നല്ലേ, അത് 3 into -4 പ്ലസ് 6z എന്നാണ്, അത് 6 into -3 പ്ലസ് ഇവിടെ d എന്ന് പറയുന്നത് 1 തന്നെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ, എ എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ അത് 4 എന്നാകും, പ്ലസ് ബി സ്ക്വയർ -3യുടെ സ്ക്വയർ +9 പ്ലസ് സി സ്ക്വയർ 6ന്റെ സ്ക്വയർ 36. ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. ഈക്വൽസ് മോഡുലസ് ഓഫ് 2 into 1 എന്നുള്ളത് 2 എന്നാകുന്നു, -3 into -4 പ്ലസ് 12, 6 into -3 -18 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇത് ആഡ് ചെയ്യുമ്പോൾ 49 ഈക്വൽസ് ന്യൂമറേറ്റർ 12 പ്ലസ് 2 14 പ്ലസ് 1 15 ആകും, 15 -18 എന്നുള്ളത് -3 എന്നാകും, -3യുടെ മോഡുലസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 49 എന്ന് പറയുന്നത് 7. ആൻസർ 3/7 എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ മോഡുലസ് ഓഫ് -3 എന്നുള്ളത് 3 ആയിട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 49 എന്നുള്ളത് 7, 3/7 ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻസർ ഈസ് 3/7. അപ്പോൾ ഇതിൻ്റെ തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് പാരലൽ പ്ലെയിനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ പറ്റും. രണ്ട് പാരലൽ പ്ലെയിനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. Find the distance between the planes x plus 2y minus 2z is equal to 3 and 2x plus 4y minus 4z equals 7. ഇങ്ങനെ രണ്ട് പ്ലെയിനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ പ്ലെയിനുകൾ പാരലൽ പ്ലെയിനുകളായിരിക്കും. നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. എക്സ് പ്ലസ് 2y മൈനസ് 2z is equal to 3. ആ 3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എഴുതാം. 2z minus 3 equal to 0. ഇത് ഫസ്റ്റ് ഇക്വേഷൻ പ്ലെയിൻ. ഇനി രണ്ടാമത്തത് 2x plus 4y minus 4z equal 7 എന്ന minus 7 equal 0. സെക്കൻഡ് ഇക്വേഷൻ, സെക്കൻഡ് പ്ലെയിൻ. രണ്ട് പ്ലെയിനുകൾ, ഒരു പ്ലെയിൻ ഇതിന് പാരലായിട്ടാണ് വേറൊരു പ്ലെയിൻ വരുന്നതെങ്കിൽ, രണ്ട് പ്ലെയിനുകളും പാരലാണെങ്കിൽ അവരുടെ നോർമലുകളും പാരലായിരിക്കും. പ്ലെയിനുകൾ പാരലാണെങ്കിൽ അവരുടെ ഈ നോർമലുകളും പാരലായിരിക്കും. പാരലൽ പ്ലെയിനുകൾക്ക് നോർമലുകളും പാരലായിട്ടായിരിക്കും വരുന്നത്.
അപ്പോൾ നോർമലുകൾ പാരലാണോ എന്ന് നോക്കിയാൽ മതി. നോർമൽ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ അല്ലേ. ഈ ആദ്യത്തെ പ്ലെയിനിന്റെ നോർമൽ എന്ന് പറയുന്നത് 1 2 -2. ഇതാണ് ആദ്യത്തതിന്റെ നോർമൽ, നമുക്ക് n1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ നോർമൽ n2, നോർമൽ വെക്ടർ ABC എന്നാണ്. ഇവിടെ A2 B4 C-4 2 4 -4. ഇത് രണ്ടും പാരലാണോ എന്നറിയാൻ ഇതിന്റെ കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കിയാൽ മതി. രണ്ട് വെക്ടർ പാരലൽ ആണെങ്കിൽ ഒന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും മറ്റേത്. നമുക്ക് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ഇവിടെ n1 എന്ന് പറയുന്നത് 2, n2 എന്ന് പറയുന്ന വെക്ടർ 2 × n1 ആണ്. n1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ n2 കിട്ടും. സോ ദേ ആർ പാരലൽ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 2/1 4/2 ഇതെല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. -4/-2 കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആണ്. 2/1 2 ആണ്, 4/2 2 തന്നെയാണ്, -4/-2 2 തന്നെ, ഓൾ ആർ ഈക്വൽ ടു 2 ആണ്. സോ ദീസ് ടു വെക്ടേഴ്സ് ആർ പാരലൽ. ഇപ്പം നോർമൽ വെക്ടേഴ്സ് പാരലൽ ആയതുകൊണ്ട് ആ പ്ലെയിനുകൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊന്നും ചെയ്യണ്ട, ഈ കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റുകൾ പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കിയാൽ മതി. എക്സിന്റെ കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ 1/2 അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ 2/1 അങ്ങനെ എഴുതിയാലും മതി. 2/1 വൈയുടെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ 4/2. സെഡിന്റെ കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ -4/-2. ഇത് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇതെല്ലാം ആൻസർ 2 തന്നെയാണ്. ആയതുകൊണ്ട് ഈ രണ്ട് പ്ലെയിനുകളും പാരലലാണ്. അപ്പോൾ പാരലൽ പ്ലെയിനുകൾ ആകുമ്പോൾ അവരുടെ കോഎഫിഷ്യന്റുകൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം, നമുക്ക് രണ്ട് പാരലൽ പ്ലെയിനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ഇതിലെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ആദ്യത്തെ പ്ലെയിനിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക, എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. പോയിന്റിൽ നിന്ന് ഒരു പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഫോർമുല ഉണ്ടല്ലോ. അപ്പം പാരലൽ പ്ലെയിനുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ആ പ്ലെയിനിലെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുക, എന്നിട്ട് മറ്റേ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പ്ലെയിനിൽ നിന്ന് ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. x + 2y - 2z - 3 = 0. ഇതിൽ നിന്ന് എങ്ങനെ ഒരു പോയിന്റ് കണ്ടുപിടിക്കും? എളുപ്പമാണ്. ഏതെങ്കിലും രണ്ട് കമ്പോണന്റ് 0 എന്ന് കൊടുക്കുക. ഞാൻ y = z = 0 എന്ന് എടുക്കുന്നു. y z 0 എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് x കണ്ടുപിടിക്കാം. x + 0 - 0 - 3 = 0 എന്നാകും. ഇതിനകത്തിലോട്ട് y-ക്കും 0 z-നും 0 ഇട്ട് കൊടുക്കുമ്പോൾ x - 3 = 0 എന്നാകും. എന്ന് വെച്ചാൽ x = 3. അപ്പോൾ നമുക്ക് ഇതിലൊരു പോയിന്റ് കിട്ടി. x 3, y നമ്മൾ എടുത്തത് 0, z 0. ഈ 3 0 0 ആദ്യത്തെ പ്ലെയിനിലെ ഒരു പോയിന്റാണ്. അതിനെ x0 y0 z0 ആയിട്ട് എടുത്തുകൊണ്ട് രണ്ടാമത്തെ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് ax0 + by0 + cz0 + d divided by √a² + b² + c² is equal to മോഡുലസ് ഓഫ്, ഇവിടെ നമ്മൾ രണ്ടാമത്തെ പ്ലെയിൻ ആണ് ax + by + cz + d ആയിട്ട് കാണേണ്ടത്. ഇത് 2x, അതിലേക്ക് x0 കൊടുക്കുക, 2 × 3 + 4y എന്നാണ്. സോ 4 × y ഇവിടെ 0 ആണ്, 0. ഇതാണ് x0 y0 z0 + cz0. ഇവിടെ cz എന്ന് പറയുന്ന ടൈം -4z എന്നാ. അപ്പോൾ -4z 4 × 0. ദെൻ പ്ലസ് d എന്നാ. ഇവിടെ d എന്ന് പറയുന്നത് -7 എന്നാ. -7 മോഡുലസ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ √2² 4 + 4² 16 + -4², that is also 16. ഇനി സിംപ്ലിഫൈ എടുത്താൽ മതി. ഈക്വൽസ് മോഡുലസ് ഓഫ് 2 × 3 6, 4 × 0 0, -4 × 0 0, -7 ഡിവൈഡഡ് ബൈ √, ആഡ് ചെയ്യുമ്പോൾ 36 ഈക്വൽസ് 6 - 7 - 1, അതിൻ്റെ മോഡുലസ് 1 ഡിവൈഡഡ് ബൈ √36 6.
അപ്പോൾ ആ രണ്ട് പാരലൽ പ്ലെയിനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1/6 ആയിരിക്കും. 1/6 is the distance between those two parallel planes.